ഈ ഒരു വ്യക്തി ഉറപ്പായും കപ്പടിക്കും. ആരാണ് കപ്പടിക്കുന്നത്? ഒന്നാം സ്ഥാനം ആർക്ക്, രണ്ടാം സ്ഥാനം ആർക്ക്, മൂന്നാം സ്ഥാനം ആർക്ക്, നാലാം സ്ഥാനം ആർക്ക്, അഞ്ചാം സ്ഥാനം? കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അഞ്ചാം സ്ഥാനത്ത് തൊട്ട് തുടങ്ങാം. ഇന്ന് ബിഗ് ബോസ് സീസൺ 7 ഫൈനലാണ്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഫലം അറിയാൻ പറ്റും. എന്നാലും സോഷ്യൽ മീഡിയയിലുള്ള പോളിംഗ് വെച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ചിലപ്പോൾ ഈ കണക്കൂട്ടൽ ശരിയായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ കണക്കൂട്ടലെല്ലാം ശരിയായിരുന്നു. ഈ വർഷം ശരിയായിരിക്കാം. അപ്പോൾ അഞ്ചാമത് വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ നെവിനായിരിക്കും. നെവിൻ ഏറ്റവും കുറവ് വോട്ട് കിട്ടി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നാലാം സ്ഥാനത്ത് അക്ബറുടെ പേര് കേൾക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനം വരുന്നത് ഷാനവാസ് ആയിരിക്കും. മിക്കപ്പോഴും ഷാനവാസ് തന്നെയാണ്, കൺഫേമാണ്. രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്തും ഒന്നെങ്കിൽ അനീഷ് അല്ല അനുമോൾ. ഇപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനീഷാണ് എന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ അനുമോൾ തൊട്ട് പുറകിലുണ്ട്. ഇത് അൺഒഫീഷ്യലിൻ്റെ ഇതാണ്. പക്ഷേ പ്രവചനാതീതമാണ് ബിഗ് ബോസിൻ്റെ ഫലം. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മളിപ്പം പലപ്പോഴായിട്ടും നമ്മൾ ചില മത്സരാർത്ഥികളൊക്കെ ഏറ്റവും കുറവാണെന്ന് നമ്മൾ അൺഒഫീഷ്യലിൽ കൂടെ പറഞ്ഞാലും ബിഗ് ബോസിൻ്റെ ഇതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന അനീഷാണെന്ന് എനിക്കറിയാൻ സാധിച്ച്. ഒന്നാം അനീഷ് അല്ല അനുമോൾ, ഇവരുടെ ഒരാളും വിജയിയാവും. നിങ്ങൾ തന്നെ അറിയാമല്ലോ, സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ കോമൺ ഡ്രൈവ് വന്ന് എല്ലാവരും ഹെയ്റ്റേഴ്സ് എല്ലാവരും വെറുത്തൊരു മനുഷ്യനാണ്. ഇപ്പം ജനങ്ങൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ കൊടുത്ത ഗെയിമും ആരെ വേദനിപ്പിക്കാതെ അദ്ദേഹം ചൊറിയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് വ്യക്തിഗത ചെയ്യാനോ ആരാൻ തല്ലാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും പോകത്തില്ല. പുള്ളി വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും പ്രൊവോക്കൊക്കെ പുള്ളിയും ചെയ്യുന്നതാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ പുള്ളിയുടെ ഒരു ഇതായിട്ട് തോന്നുന്നത് പുള്ളി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് സ്പീച്ചുണ്ട്. അത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ വെറുപ്പിക്കലുണ്ട് ചില സമയങ്ങളിൽ, അതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് ഇപ്പോഴത്തെ അനീഷ് അല്ല, പുള്ളി ഒരുപാട് മാറി. പുള്ളി ഒരുപാട് ആളുകളോടെല്ലാം മിണ്ടാനും ഇടപഴകാനും ഒക്കെ ഇപ്പോൾ പുള്ളി എല്ലാ മത്സരാർത്ഥികളെടുത്ത് വർത്താനം പറയും. എല്ലാവർക്കും പുള്ളിയെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവള് അനുമോളാണ്. അനുമോളും നല്ല മത്സരാർത്ഥിയാണ്, അതിലൊരു സംശയമില്ല. ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു, കണ്ടന്റ് കൊടുത്തത് അനുമോൾ തന്നെയാണ്. ആദ്യ കാലങ്ങളിൽ വന്ന സമയത്ത് നമ്മുടെ അനീഷിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇപ്പം അതല്ല, അത് മാറി. അനീഷിനെ മാറി അനുമോളാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത്. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യക്ക് ഇരയായതും ഏറ്റവും കൂടുതൽ പേര് കേട്ടതുമായ അനുമോളാണ്. അനുമോളുടെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. പിന്നെയുള്ളത് ഷാനവാസാണ്. ഷാനവാസും നല്ല ഗെയിമറാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഷാനവാസ് ഈ അനുമോളും ആദില നൂറയും ഒക്കെ ഒരു വലിയേട്ടൻ ഇതായിട്ടുള്ള രീതിയിലാണ്. ഷാനവാസും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അതുപോലെ അക്ബറും നല്ല ഗെയിമറാണ്. അക്ബറുടെ ഗെയിമർ എന്ന് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവൊക്കെ അക്ബർ ആദ്യകാലങ്ങളുണ്ടായി. പിന്നെ അക്ബർ കുറച്ച് ഈ അപ്പാനി ഗ്രൂപ്പിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അക്ബർക്ക് ഇവരെ കഴിഞ്ഞ് എല്ലാം കൂടി ഫ്രണ്ടി വന്നത്. പിന്നെ അതുപോലെ തന്നെ നെവിൻ എൻ്റർടൈൻമെൻ്റാണ്. ഒരാഴ്ച എല്ലാവരും ഒന്ന് വെറുപ്പിച്ചായിരുന്നു. അതിൽ ലാലേട്ടൻ ശിക്ഷയൊക്കെ കൊടുത്തു. ഇപ്പം വീണ്ടും എൻ്റർടൈനർ ഏറ്റവും നല്ലപോലെ വോട്ട് ഇപ്പം ടോപ്പ് 5 വന്നു. ഒരു നെവിൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇതുപോലും ഇപ്പം അനീഷിന് വരെ PR ഉണ്ടായിരുന്നു അറിയുന്നു. അത് നെവിന് PR ഒന്നും ഇല്ലാതെയാണ് ആ മത്സരാർത്ഥിയോടെ നിൽക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.